ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് അരീക്കൽ വാട്ടർഫോൾസിലാണ്. അപ്പം ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. അപ്പം നമുക്ക് ബൈക്ക് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. ഞാനിപ്പം ജസ്റ്റ് റീസർച്ച് ചെയ്തപ്പം പോണ വഴിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണുകയും ചെയ്യാം. പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് പോയി കണ്ടിയാക്കാം. വെള്ളച്ചാട്ടം ഇതാ ഈ റോഡാണോ? ഇതാ ഇതിലെ പോണം. ഇതിൽ പോകണം. ഇതിലെ പോണം. ഈ വഴിയില്ലേ ഇതില്ലേ ഈ കാർ പോണം. അതിലെ നമ്മൾ ഇതുവരെയാണ് വന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്ത് കുറേ ആൾക്കാർ ബസ്സിലൊക്കെ വരണുണ്ട് ടൂറായിട്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് എൻട്രൻസ്. നമുക്ക് അതിൽ നിന്ന് ടിക്കറ്റ് ഉണ്ട്, 20 രൂപയാണ്. പിന്നെ ടിക്കറ്റ് എടുക്കാം. പേ ചെയ്ത് ടിക്കറ്റ് വാങ്ങിച്ചു ഗൈസ്. ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഓക്കെ. നല്ല മഴ വരും അല്ലേ? മഴ ഗൈസ്. ഞാനാണെങ്കിൽ റെയിൻ കോട്ടും എടുത്തില്ല, ഹെൽമെറ്റ് ലോക്ക് ചെയ്യാനുള്ളതും എടുത്തില്ല. അതുകൊണ്ട് ഹെൽമെറ്റും ഉണ്ട്, ബാഗും ഉണ്ട്. എല്ലാം കൊണ്ട് നടക്കാൻ ഇച്ചിരി പാടാണ്. ഒന്നാതെ വയ്യ, എന്നിട്ട് മഴ കൂടെ നനഞ്ഞാൽ കുറച്ചുകൂടെ സെറ്റാവും. പിന്നെ വെള്ളച്ചാട്ടത്തിൽ നല്ല സൗണ്ടൊക്കെ വരും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? മഴ കാരണം കുറേ പേര് കയറുന്നു. ഞാനാണെങ്കിൽ ഇത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നാൽ കയറുക, കുളിക്കാനൊക്കെ പറ്റുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കാം സെറ്റായിട്ട്. അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റിയ സ്പോട്ടാണ്. എല്ലാവരും കുളിച്ചിട്ട് ഇറങ്ങുന്നു. കുടയും ഇല്ല, റെയിൻകോട്ടും ഇല്ല, ഒന്നുമില്ല. മഴയും കൂടി എല്ലാം കൊണ്ട് പെട്ടല്ല ഗൈസ്. ടൈം ശരിയായില്ലെന്ന് തോന്നുന്നു ഗൈസ്. നല്ല മഴ. ഇനി കുറച്ചുകൂടെ താഴോട്ട് പോവാം. ഗൈസ്, ഇവിടെ ഒരു ചായ കുടിക്കാം. ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചില്ല. ഇവിടെ നിന്ന് ചായ ഉണ്ടോ? ഒരു ചായ ഉണ്ട്. അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ, നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റാൻ പറ്റുക. ലേഡീസിൻ്റെ റൂം അപ്പുറത്തെ ജെൻസിൻ്റെ ഉണ്ട്. നല്ലൊരു നല്ല വെള്ളമുണ്ട്. മഴ എന്താണെന്ന് അറിയില്ല.
എന്നിട്ട് ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിന് നല്ല സാധനം സൗണ്ട് കേട്ട് ചായ കുടിക്കുന്നത് അടിപൊളി കഴിക്കാം. നല്ല രസമാണ്. ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് കുളിച്ച് ഒറ്റയ്ക്ക് വന്നു. ഇപ്പോൾ ഒറ്റയ്ക്കാണല്ലോ വന്നിട്ടുള്ളത്. ഞാൻ ഒറ്റയ്ക്കാണ്, പിന്നെ വയ്യാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. നിങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാനായിരിക്കും നല്ലത്. ഇവിടെയാണ് പോണം. ഇവിടെ ആകെ ഈ ഒരു വെള്ളച്ചാട്ടം ഇത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വളരെയധികം കാണാനൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ കുളിക്കാം, ഇവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം. വഴിയുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ശേഷം ഒരു സ്ഥലമുണ്ട്. ചേട്ടാ ഇവിടെ ഇങ്ങോട്ട് പോയാൽ എവിടെ ജസ്റ്റ് പാർക്കിംഗ് മാത്രമാണ്. വേറെ എൻട്രൻസ് സമയമുള്ള പോലെ തന്നെ. ഓ, താഴെ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇത് വേറൊരു എൻട്രൻസ് ആണ്. നമുക്ക് താഴെ നിന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങാതെ കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഈ വയസ്സായ ആൾക്കാർക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവർക്കുള്ള ഒരു വേറൊരു എൻട്രൻസ് കൂടിയാണിത്. താഴെ നിന്ന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടേ, താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുവരെ അങ്ങ് നടന്നിത് വരാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എൻ്റെ സൗണ്ട് ഇച്ചിരി മാറിയിട്ടുണ്ടാകും, ബിക്കോസ് എനിക്ക് ജലദോഷമാണ് ഗൈസ്. പിന്നെ ഇപ്പം കുറച്ച് മഴയൊക്കെ നനഞ്ഞ് ഇത് കൂടുതലെന്ന് അറിഞ്ഞൂടാ. ബട്ട് നല്ല ഒരു സെറ്റ് സ്ഥലമാണ്. ഈ ഒരു ഞാൻ പറഞ്ഞത് കാക്കനാട് നിന്നാണ്. അവിടെ നിന്ന് ഒരു 28 കിലോമീറ്ററേ ഉള്ളൂ. 28 കിലോമീറ്ററിൽ ഇത്ര നല്ല വാട്ടർഫോൾസും അടിപൊളിയാണ്. നല്ല ഒരു വൈബ്, കാം ഫീൽ കിട്ടും. ഇവിടുന്ന് ഒരു എൻട്രൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വേറൊരു എൻട്രൻ, ഇത് വെള്ളം പോകാൻ വേണ്ടിയതായിരിക്കണം. ഇത് ഫുൾ കാട്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മൾ മുകളിൽ കണ്ട കണക്ക് താഴെ ഒന്ന് പോയി നോക്കാം. ഇതോ അവിടെയാണ് വെള്ളച്ചാട്ടം. ഈ വെള്ളം പോണത് ഇതുവരെയാണ്. അങ്ങനെ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ സോളോ ട്രിപ്പ് വിത്ത് മീ ആൻഡ് മൈ ക്യാമറ ആൻഡ് ബൈക്ക്. പൊളിക്കാം. വെള്ളം പോകണം. ഇതുവരെയാണ് വെള്ളം അങ്ങോട്ട് പോണത്. ഒരു ഷോർട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷനാണ് സത്യം പറഞ്ഞാൽ. അതായത് നമുക്ക് ഇവിടെയും പോകാൻ പറ്റും. ഇവിടെ പോകണമെന്ന് ഇച്ചിരി സൂക്ഷിക്കണം, ബിക്കോസ് ഞാൻ ഷൂ ആണ്, സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇരുന്ന് നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഫോട്ടോയൊക്കെ എടുക്കാം, കാലൊക്കെ കാണിച്ചിരിക്കാം. ഞാനിപ്പം ഷൂ ആണ്, ബട്ട് എനിക്ക് കാല് നനയ്ക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഷൂ ഊരാനും വയ്യ. എപ്പോഴുള്ള പ്രശ്നമാണ്. ബീച്ചിലൊക്കെ പോയാലും കാല് നനയ്ക്കണുണ്ട്, പക്ഷെ ഷൂ ഊരി കഴിഞ്ഞാൽ കാല് നനച്ചിട്ട് പിന്നെ ഷൂ ഇടുമ്പോഴത്തേക്ക് ഫുള്ള് വെള്ളമായി ഒരുമാതിരിയാവും. അതുകൊണ്ട് ഞാൻ പിന്നെ വലുതായിട്ട് കാല് നനയ്ക്കാനും കൂടിയില്ല. ഇപ്പോൾ ഞാൻ താഴെ പോയി കാണിച്ചു തരാം. ആ വെള്ളത്തിൻ്റെ സൗണ്ട് അടിപൊളിയായിട്ട് കേൾക്കാം.
എനിക്ക് തോന്നുന്നു അതുവഴി പറഞ്ഞ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനൊരു തൂൺ പോലെ മാത്രം കെട്ടി വെച്ചിട്ടുള്ള. അപ്പോൾ അവിടെ നിന്ന് സ്പീഡ് വരുന്ന വെള്ളമൊക്കെ നമുക്ക് ഫോഴ്സ് കുറയ്ക്കാൻ പറ്റും. എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ആ ഒരു സെറ്റപ്പാണത്. ഇത് ഇവിടെ നിന്ന് പറഞ്ഞാൽ വാട്ടർഫോൾ ഒരു വാട്ടർഫോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റിലാക്സ് ആയിട്ട് ഇവിടെ ഇരിക്കാം, എൻജോയ് ചെയ്യാം, കുളിക്കാം. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നത് അടിപൊളിയായിരിക്കും. ഒരു അടിപൊളിയായിരിക്കും ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറഞ്ഞെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലി ആയിട്ട് വരാം. എല്ലാവർക്കും വരാം കാശ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും വരാൻ പറ്റിയൊരു സ്പോട്ടാണിത്. കൊച്ചിയിൽ നിന്ന് വരും കുറച്ച് ഡിസ്റ്റൻസേ കൂടിയുള്ളൂ ഇവിടത്തേക്ക് എത്താൻ. അങ്ങനെ മുന്നത്തെ വീഡിയോ ഞാൻ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് വീണ്ടും വീഡിയോ എടുക്കുന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടി. അതുകൊണ്ടാണ് പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വ്ളോഗ് എടുക്കാനും ഒരു സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാനും. അതുകൊണ്ട് ഒറ്റയ്ക്കായാലും കുഴപ്പമില്ല. നാട്ടിലാണെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇവിടെ ഇപ്പം എല്ലാവരും വീട്ടിൽ പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ അങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയില്ല, എടുത്തില്ല. അങ്ങനെ ഇനി ഡെയിലി എല്ലാ വെള്ളിയാഴ്ച തീർച്ചയായിട്ടും ഞാൻ വ്ളോഗ് ഇടും. വണ്ടി മുകളിലോട്ടാണ്. സ്റ്റെപ്പ് കയറാൻ വെച്ച് ചടങ്ങാണ് ഗൈസ്. ഒന്നാമത് എനിക്ക് വയ്യ. അതിൽ സ്റ്റെപ്പും കയറിയും മഴയും കൊണ്ട് നാളെ എന്താവുന്നു. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് ഞാൻ 28 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് വന്നത്. എല്ലാവരും കുളിക്കണം. എനിക്ക് കുളിക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് കുളിക്കാൻ പറ്റില്ല ഗൈസ്, എഴുപത്തുണ്ട്. ഓക്കെ, എന്തായാലും ഇന്ന് വേറൊരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് വരും ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ കുളിക്കും, അപ്പോൾ ഞാൻ പൊളിക്കും. അങ്ങനെ അയ്യോ തളർന്നു ഗൈസ്, തളർന്നു. കാലൊക്കെ വേദനെടുക്കാൻ തുടങ്ങി. പൈസ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവർ വരണത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവർ കൂടുതലായിട്ട് രണ്ടാമത്തെ എൻട്രൻസ് വഴി വരണമായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ ഞാൻ എത്താറായി. ഇനിയൊരു കുറച്ച് സ്റ്റെപ്പ് കൂടി ഉള്ളു. അയ്യോ ഇതൊക്കെയല്ല റബ്ബർ മരം ട്രീ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും വേറൊരു വീഡിയോയിലോട്ട് കാണാം. അപ്പോഴത്തേക്ക് ബൈ ഗൈസ്.